എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളെ ഏപ്രിൽ 9-ാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടത്തുമ്പോൾ കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. നമ്മുടെ സംസ്ഥാനത്തെ അതിനിർണായകമായിട്ടുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പ് നാളെയാണ് നടക്കാൻ വേണ്ടി പോകുന്നത്. നാളെ രാവിലെ 7 മണി മുതൽ വൈകുന്നേരം 5 മണി വരെയാണ് പോളിംഗ് നടക്കുക. സംസ്ഥാനത്ത് 140 നിയോജക മണ്ഡലങ്ങളിൽ നിന്നായി 1000-ലധികം സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടുന്നത്. 2.25 കോടിയിലധികം ആളുകൾ സമ്മതിദാനാവകാശം ഉപയോഗിക്കാൻ യോഗ്യരായിട്ടുണ്ട്. 2026 SIR പട്ടികയുടെ അടിസ്ഥാനത്തിലാണ് വോട്ടവകാശം ഉള്ളത്. തെരഞ്ഞെടുപ്പിന് നമ്മൾ പോകുമ്പോൾ നിലവിൽ നമ്മളെ 10 വർഷമായി ഭരിച്ചുകൊണ്ടിരിക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ നേട്ടങ്ങളും കോട്ടങ്ങളും, കേന്ദ്ര സർക്കാരിന്റെ നേട്ടങ്ങളും കോട്ടങ്ങളും, പ്രതിപക്ഷത്തിന്റെ നേട്ടങ്ങളും കോട്ടങ്ങളും അറിഞ്ഞ് വോട്ട് ചെയ്യേണ്ടതുണ്ട്. നമ്മുടെ മനസാക്ഷിക്ക് ഏതാണോ ശരി എന്ന് തോന്നുന്നത് കൃത്യമായി വോട്ടായി വിനിയോഗിക്കാനുള്ള അവസരമാണുള്ളത്. നമ്മുടെ സംസ്ഥാന സർക്കാർ കഴിഞ്ഞ 10 വർഷമായി ഭരിക്കുമ്പോൾ നിരവധി സഹായങ്ങൾ ജനങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നിരവധി ജനദ്രോഹപരമായിട്ടുള്ള നടപടികളും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വളരെ സങ്കടത്തോടു കൂടി പറയേണ്ടി വരും. സംസ്ഥാനത്ത് 5 മാസം മാത്രമാണ് ക്ഷേമ പെൻഷൻ ഇടക്കാലത്ത് വെച്ച് മുടങ്ങിപ്പോയത് എങ്കിൽ അതൊരു വലിയ നേട്ടം തന്നെയാണ്. 1600 രൂപ വീതം കഴിഞ്ഞ 6 മാസം മുമ്പ് വരെ കൃത്യമായി നൽകി. അതിനുശേഷം 400 രൂപ വർദ്ധിപ്പിച്ച് 4-ാം മാസവും ഇപ്പോൾ 2000 രൂപ വരെ വിതരണം ചെയ്തത് വലിയ സഹായം തന്നെയാണ്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനമായിട്ടുള്ള സ്ത്രീ സുരക്ഷാ പെൻഷൻ ഈ അവസാന കാലഘട്ടത്തിലായി വർദ്ധിപ്പിച്ചതും 2 ഗഡുക്കൾ വിതരണം ചെയ്തതും വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. 2500-ലേക്ക് ക്ഷേമ പെൻഷൻ എത്തിക്കും എന്ന് പറഞ്ഞിരുന്നു എങ്കിലും അത് എത്തിക്കാനായില്ല. എന്നാൽ വീടുകൾ സംസ്ഥാനത്ത് വിതരണം ചെയ്യുന്ന കാര്യത്തിൽ സംസ്ഥാന സർക്കാർ പരാജയമാണ് എന്ന് പറയേണ്ടി വരും. കഴിഞ്ഞ 10 വർഷം കൊണ്ടാണ് 5 ലക്ഷം വീടുകൾ പൂർത്തീകരിച്ചത്. 2020-ലെ അപേക്ഷയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോഴും ലൈഫ് മിഷൻ പദ്ധതി മുന്നോട്ട് പോകുന്നത്. ഈ പിണറായി സർക്കാർ അധികാരത്തിൽ വരുന്നതിന് മുമ്പ് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് വീടുകൾ വിവിധ പദ്ധതികളിലൂടെ നൽകാൻ കഴിയുമായിരുന്നു. എന്നാൽ ഇപ്പോൾ ഇതൊരു ഏകീകൃത സംവിധാനത്തിൽ കീഴിൽ വന്നതിന്റെ അടിസ്ഥാനത്തിൽ പെട്ടെന്ന് വീട് ലഭിക്കുക എന്നുള്ള സ്വപ്നം മാറി. അതായത് 2020 മുതൽ ഇതിന്റെ അപേക്ഷ നൽകി കാത്തിരിക്കുന്ന ആളുകൾക്കാണ് ഇപ്പോൾ 2025-ന് ശേഷം വീട് ലഭിച്ചവർ. അത് 2022-ൽ ലഭിച്ചവർ, 2023-ൽ ലഭിച്ചവരെല്ലാം ഉണ്ട് എങ്കിലും കാത്തിരിപ്പ് നീണ്ടുപോയവർ നിരവധിയാണ്. അതായത് അപേക്ഷ നൽകുന്ന സമയത്ത് ഒരു വീടുണ്ടാക്കാൻ മതിയായിരുന്ന തുകയല്ല ഇപ്പോൾ വേണ്ടത്. എല്ലാത്തിനും വില കൂടിയ സാഹചര്യം ഉണ്ട്. അന്ന് ചെറിയ വീട് സ്വന്തം കയ്യിലുള്ള പണം കൊണ്ട് തട്ടിക്കൂട്ടാൻ കഴിയുമായിരുന്നു എങ്കിൽ ഇപ്പോൾ സർക്കാർ നൽകുന്ന പണം കൊണ്ട് ഈ പറയുന്ന രീതിയിലുള്ള വീടിന്റെ പണി പൂർത്തീകരിക്കാൻ കഴിയാത്ത ഒരു സ്ഥിതിയുമുണ്ട്. സംസ്ഥാനത്ത് വിവിധ അപേക്ഷാ ഫീസുകൾ വർദ്ധിപ്പിച്ചു, നികുതി വർദ്ധിപ്പിച്ചു, ഭൂമിയുടെ ന്യായവില വർദ്ധിപ്പിച്ചു, കെട്ടിട നിർമ്മാണത്തിനുള്ള അപേക്ഷാ ഫീസുകൾ വർദ്ധിപ്പിച്ചു. അത് 100 ചതുരശ്ര അടിക്ക് താഴെയുള്ള വീടുകൾക്ക് അപേക്ഷാ ഫീസ് ഇല്ല എങ്കിലും അതിന് മുകളിലുള്ളവർക്ക് ഫീസ് വരുന്നുണ്ട്. നേരത്തെ വർദ്ധിപ്പിച്ചത് പ്രതിഷേധത്തെ തുടർന്നും ലോക്സഭാ ഇലക്ഷനിലെ തോൽവിയെ തുടർന്നും 50% പിൻവലിച്ചതും ശ്രദ്ധേയമാണ്. കൃത്യമായിട്ടുള്ള നിയമനങ്ങൾ നടത്താത്തതിന്റെ പേരിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആരോഗ്യ മേഖലകളും പ്രതിസന്ധി നേരിട്ടു എന്നുള്ളതും സത്യമാണ്. എന്നാൽ കൃത്യസമയത്ത് പാഠപുസ്തകങ്ങൾ നൽകിക്കൊണ്ട് സംസ്ഥാനത്ത് അധ്യയനം കാര്യക്ഷമമായി നടപ്പിലാക്കി എന്നതും കോവിഡ് കാലത്ത് കൃത്യമായ രീതിയിൽ ഓൺലൈൻ സംവിധാനം ഏർപ്പെടുത്തി എന്നുള്ളതും വളരെ അഭിനന്ദനാർഹമായിട്ടുള്ള കാര്യമാണ്. സംസ്ഥാനത്തുടനീളം കുടിവെള്ള പദ്ധതി നടപ്പിലാക്കുന്നതിലും സംസ്ഥാനം വിജയിച്ചിട്ടുണ്ട്. മുൻ സർക്കാരിന്റെ കാലത്ത്, അതായത് UDF സർക്കാരിന്റെ കാലത്ത് LDF പ്രതിഷേധം കാരണം, പ്രത്യേകിച്ച് CPM DYFI പ്രതിഷേധം കാരണം നിർത്തിവെക്കേണ്ടി വന്ന ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതി, വിഴിഞ്ഞം തുറമുഖ പദ്ധതി, നാഷണൽ ഹൈവേ പദ്ധതി ഇവയെല്ലാം കാര്യക്ഷമമായി സ്ഥലമേറ്റെടുത്ത് നടപ്പിലാക്കി എന്നുള്ളത് സർക്കാരിന്റെ ഗുണവും ദോഷവുമായി പറയാം. അതായത് ഗുണം ഇത് പദ്ധതി നടപ്പിലാക്കി എന്നുള്ളതാണ്. ദോഷം എന്ന് പറയുന്നത് മുമ്പ് ഇത് നടപ്പിലാവാതിരുന്നതിന് കാരണം ഇപ്പോൾ ഭരിക്കുന്ന പാർട്ടിയാണ് എന്നുള്ളത് കൂടി ഓർക്കേണ്ട കാര്യമാണ്. ഉമ്മൻചാണ്ടി ഭരണകാലത്ത് നടപ്പിലാക്കിയ പല പദ്ധതികളിലും ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കാലഘട്ടത്തിലാണ്. കണ്ണൂർ വിമാനത്താവളം, കൊച്ചി മെട്രോ പദ്ധതികളെല്ലാം അവയിൽപ്പെടും. ഇതിൽ കണ്ണൂർ വിമാനത്താവളത്തിൽ 80% പണി പൂർത്തീകരിച്ചിരുന്നു. കൊച്ചി മെട്രോയിൽ 90%-ലധികം പണി പൂർത്തീകരിക്കുകയും മെട്രോ ട്രയൽ റൺ നടത്തുകയും ചെയ്തിരുന്നു. പിന്നീട്
കൊച്ചി മെട്രോയിൽ കാര്യമായിട്ടുള്ള പുരോഗതി നടത്താനായിട്ടില്ല. അതേസമയം സംസ്ഥാനത്ത് വാട്ടർ മെട്രോ ആരംഭിച്ചത് സർക്കാരിന്റെ നേട്ടമാണ്. മനോഹരമായിട്ടുള്ള സംസ്ഥാന പാതകൾ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതും നേട്ടമാണ്. ടൂറിസം മേഖലയിൽ കാര്യമായിട്ട് തന്നെ പുരോഗതി ഉണ്ടായിട്ടുണ്ട്. പുത്തൂർ സുവോളജി പാർക്ക് അതിൽ എടുത്തു പറയേണ്ട കാര്യമാണ്. കണ്ണൂർ തുരങ്കപാത ക്ഷേമ പെൻഷന് വേണ്ടി സംസ്ഥാനത്ത് പെട്രോൾ ഡീസൽ വിലയിൽ 2 രൂപ സെസ് ഏർപ്പെടുത്തിയത് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കെട്ടിട നിർമ്മാണ തൊഴിലാളികൾക്ക് പെൻഷൻ മുടങ്ങി. വിവിധ സമാശ്വാസ പെൻഷനുകൾ പദ്ധതി ഇടയ്ക്ക് വെച്ച് മുടങ്ങിപ്പോയി. പലതും ഇപ്പോഴും മുടങ്ങിക്കിടക്കുന്ന സാഹചര്യമുണ്ട്. ക്യാൻസർ, എൻഡോസൾഫാൻ രോഗികൾക്കുൾപ്പെടെയുള്ള സഹായങ്ങൾ പല സമയത്തും മുടങ്ങിയ സാഹചര്യം ഉണ്ടായി. PSC റാങ്ക് ലിസ്റ്റിൽ ഉള്ളവർ, ആശാവർക്കർമാർ, ഇങ്ങനെ തുടങ്ങിയ നിരവധി പേരുടെ സമരങ്ങളും നമ്മൾ കണ്ടു. സംസ്ഥാന സർക്കാരിന് പ്രതിപക്ഷം കാര്യമായിട്ടുള്ള വെല്ലുവിളി ആയിട്ടില്ല എന്ന് വേണം പറയാൻ. എപ്പോഴും LDF പ്രതിപക്ഷത്താണ് എങ്കിൽ കാര്യമായിട്ടുള്ള സമരങ്ങളും കോലാഹലങ്ങളും ഉണ്ടാകും എങ്കിൽ UDFന്റെ കാലത്ത് അത് കാണാറില്ല. UDF പ്രതിപക്ഷത്താവുന്ന സമയത്ത് കാണാറില്ല. പതിവ് തെറ്റിക്കാതെ തന്നെയാണ് UDFന്റെ ഈ 10 വർഷം കഴിഞ്ഞു പോകുന്നത്. നിയമസഭയിൽ മീഡിയ ക്യാമറാമാൻമാരെ ഒഴിവാക്കിക്കൊണ്ട് സഭാ TV എന്ന സർക്കാരിന്റെ ഏകീകൃത സംവിധാനം കൊടുക്കുന്നത് സർക്കാരിന് ഇഷ്ടമുള്ള ദൃശ്യങ്ങൾ പുറത്തേക്ക് കാണിക്കുക എന്നുള്ളത് കൂടി ആണ് എന്നുള്ള വിമർശനം ഉയർന്നു. അത് കാരണം നിയമസഭയിലെ പല പ്രതിഷേധ പരിപാടികളും ജനം കാണാതെ പോയി. ശബരിമല സ്ത്രീ പ്രവേശനം ഉൾപ്പെടെയുള്ള കോലാഹലങ്ങളും സംസ്ഥാനത്ത് കഴിഞ്ഞുപോയി. അവസാനമായി ശബരിമല സ്വർണ്ണക്കൊള്ളയും ശബരിമല സ്ത്രീ പ്രവേശനത്തിലെ സർക്കാരിന്റെ നിലപാട് മാറ്റവും നമ്മൾ അവസാനമായി കണ്ടു. ഗതാഗത വകുപ്പും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. 2 തവണകളായിട്ട് അവസാന 5 വർഷത്തിൽ 2 മന്ത്രിമാരാണ് ഗതാഗത വകുപ്പിനുണ്ടായത്. ആദ്യ മന്ത്രി ആന്റണി രാജു 2.5 കൊല്ലം KSRTCയെ മുക്കി എന്ന് വേണമെങ്കിൽ പറയാം. കൃത്യസമയത്ത് പെൻഷനും ശമ്പളവും നൽകാതെ ജീവനക്കാർ സമരത്തിൽ ഏർപ്പെടുന്ന സാഹചര്യമുണ്ടായി. എന്നാൽ ഗണേഷ് കുമാർ മന്ത്രിസ്ഥാനം ഏറ്റെടുത്തതിനു ശേഷം KSRTC ഒരു തരത്തിൽ രക്ഷപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്ന നിരവധി പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നു. വാഹന മോഡിഫിക്കേഷൻ പൂർണ്ണമായും ഒഴിവാക്കി. കൂളിംഗ് ഫിലിം ഒട്ടിക്കുന്നത് ഉൾപ്പെടെയുള്ളവ റോഡിൽ പറിച്ചു കളയുന്ന അവസ്ഥ വരെ ഉണ്ടായി. AI ക്യാമറ സ്ഥാപിക്കുകയും കുട്ടികളെ പോലും ബൈക്കിൽ കൊണ്ടുപോകാൻ പാടില്ല എന്ന് സംസ്ഥാന ഗതാഗത വകുപ്പ് ആദ്യം പറഞ്ഞു എങ്കിലും പ്രതിഷേധത്തെ തുടർന്ന് പിന്നീട് കുട്ടികളെ കൊണ്ടുപോകാം, ഹെൽമെറ്റ് ധരിപ്പിക്കണം എന്നുള്ളത് മാത്രമാക്കി ചുരുക്കി. എന്നാലും നിയമം ഇപ്പോൾ 2 പേർക്ക് മാത്രമാണ് യാത്ര ചെയ്യാനാവുക. ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്നതിനും വളരെ പ്രയാസമായി വന്നു. ലേണേഴ്സ് ടെസ്റ്റ് കഴിഞ്ഞ് ഡ്രൈവിംഗ് ടെസ്റ്റിന് സ്ലോട്ട് കിട്ടുന്നതിന് ബുദ്ധിമുട്ട് കൂടി. ഒരു ദിവസം പരമാവധി ടെസ്റ്റുകളുടെ എണ്ണം കുറച്ചു. പരിഷ്കരണങ്ങൾ കൊണ്ടുവന്നു. 4 ഗിയറുള്ള മോട്ടോർ വാഹനങ്ങളിൽ ലൈസൻസ് എടുക്കണമെന്ന നിബന്ധനയും കൊണ്ടുവന്നു. ഇതിനെതിരെ മോട്ടോർ ഡ്രൈവിംഗ് സ്കൂളുകൾ പ്രതിഷേധങ്ങൾ ഉയർത്തി. പുതിയ ലൈസൻസ് എടുത്താലും പുതിയ രജിസ്ട്രേഷൻ കഴിഞ്ഞാലും RC ബുക്കും ഡ്രൈവിംഗ് ലൈസൻസും നമുക്ക് പോസ്റ്റൽ വഴി വന്നിരുന്നത് ആദ്യം കിട്ടാതെ ഒരുപാട് നാൾ കാത്തിരിക്കേണ്ടി വന്നു. ഇപ്പോൾ അത് പൂർണ്ണമായും ഒഴിവാക്കി ഓൺലൈനായി ഡൗൺലോഡ് ചെയ്ത് പ്രിന്റ് എടുക്കാം എന്നുള്ള തരത്തിലേക്ക് മാറ്റി. അപ്പോൾ എനിക്ക് ഓർമ്മയുള്ള കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞത്. ഇതിൽ പല കാര്യങ്ങളും വിട്ടുപോയിട്ടുണ്ടാകും. അപ്പോൾ നിങ്ങൾക്ക് ഓർമ്മയുള്ള കാര്യങ്ങൾ, ഇപ്പോൾ സംസ്ഥാന സർക്കാർ ചെയ്ത നേട്ടങ്ങളും കോട്ടങ്ങളും താഴെ കമന്റായിട്ട് എഴുതാവുന്നതാണ്. പറയാൻ വിട്ടുപോയിട്ടുള്ള ഒരു കാര്യം, വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് സർക്കാരിലേക്ക് വന്നിട്ടുള്ള കോടികൾ കേന്ദ്ര വിഹിതം അടക്കം 1000 കോടിക്ക് മുകളിൽ സഹായം എത്തിയിട്ടുണ്ട്. ലോണുകൾ എഴുതി തള്ളിയും സഹായങ്ങൾ വിതരണം ചെയ്തും ദുരന്തബാധിതർക്ക് സർക്കാർ സഹായം ആയി എങ്കിലും ദുരന്തബാധിതർക്കായിട്ട് നിർമ്മിച്ചു നൽകിയിട്ടുള്ള വീടുകളിലേക്ക് ഈ ഇലക്ഷൻ സമയത്ത് പോലും താമസം തുടങ്ങിക്കാൻ സംസ്ഥാന സർക്കാരിന് ആയിട്ടില്ല. അതേസമയം ദുരന്തത്തിൽ അപകടം പറ്റിയവർക്കും അംഗവൈകല്യം സംഭവിച്ചവർക്കും മരണപ്പെട്ടവരുടെ ബന്ധുക്കൾക്കും നൽകുന്ന നഷ്ടപരിഹാരം വളരെ കുറഞ്ഞ തുക മാത്രമാണ് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചത്. സംസ്ഥാന സർക്കാരിന്റെ ലിസ്റ്റിൽ, അതായത് ദുരന്തബാധിതരാണ് എന്ന ലിസ്റ്റിൽ വീട് വേണ്ട എന്ന് വെച്ചവർക്ക് 15 ലക്ഷം നൽകിക്കൊണ്ട് പിരിച്ചുവിടുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അങ്ങനെയുള്ള ആളുകൾക്ക് നൽകുന്ന തുകയും കുറഞ്ഞുപോയി. മറ്റ് സന്നദ്ധ സംഘടനകളോ രാഷ്ട്രീയ പാർട്ടികളോ വീട് നൽകുകയാണ് എങ്കിൽ അവർക്ക് ആശ്വാസമാണ്. പക്ഷേ അവരുടെ സ്വന്തം നിലക്ക് അവർ സ്ഥലം വാങ്ങി വീട് വെക്കുകയാണ് എങ്കിൽ ആ 15 ലക്ഷം തികയാതെ വരും. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ തന്നെ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള രീതിയിൽ ടൗൺഷിപ്പും മറ്റും എല്ലാം പൂർത്തീകരിച്ചാലും പകുതിയോളം തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ ബാക്കിയാണ്.
കേന്ദ്ര സർക്കാരിന്റെ നിരവധി സഹായങ്ങളും സംസ്ഥാനത്തേക്ക് എത്തി. എന്നാൽ വയനാട് ദുരന്തത്തിൽ കാര്യമായിട്ടുള്ള സഹായം കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല. സൈന്യം രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങിയതിന് പോലും കണക്ക് ചോദിച്ച് പണം ആവശ്യപ്പെട്ട് കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്നുള്ള നടപടി പ്രതിഷേധാർഹമാണ്. എന്നാൽ സംസ്ഥാനത്തിന് ദുരന്ത നിവാരണത്തിന് വേണ്ടി ടൗൺഷിപ്പ് നിർമ്മിക്കുന്നതിന് വേണ്ടിയെല്ലാം കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്നുള്ള സഹായം 2000 കോടിയാണ് സംസ്ഥാനം ആവശ്യപ്പെട്ടത് എങ്കിൽ അതിന്റെ 1/8 പോലും ലഭിച്ചില്ല എന്നുള്ളത് വളരെ സങ്കടം ഉണ്ടാക്കുന്ന കാര്യമാണ്. മറ്റ് സംസ്ഥാനങ്ങൾക്ക് വാരിക്കോരി കൊടുത്തപ്പോൾ കേരളത്തിന് വളരെ തുച്ഛമായിട്ടുള്ള തുകയാണ്, വളരെ വൈകിയാണ് നൽകിയത്. പിന്നീട് പലിശ രഹിതമായിട്ട് വായ്പ എടുക്കാനുള്ള ഒരു സഹായം മാത്രമാണ് കേന്ദ്രം നൽകിയത്. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി ഉൾപ്പെടെയുള്ള നിരവധി പദ്ധതികളിലൂടെ സംസ്ഥാനത്ത് ജനങ്ങൾക്കും സഹായം ലഭ്യമാകുന്നുണ്ട്. പ്രധാനമന്ത്രി ഉജ്ജ്വൽ യോജന പദ്ധതി പ്രകാരം ഗ്യാസ് കണക്ഷൻ ഉള്ള സ്ത്രീകൾക്ക് 300 രൂപ സബ്സിഡി ലഭിക്കുന്നുണ്ട്. എന്നാൽ സംസ്ഥാനത്തിനും വന്ദേ ഭാരത് ട്രെയിൻ ഉൾപ്പെടെയുള്ള പ്രഖ്യാപനങ്ങളും ട്രെയിനുകളും കേന്ദ്രം അനുവദിച്ചിട്ടുണ്ട്. ദേശീയപാത വികസനത്തിലും കേന്ദ്രത്തിന്റെ പങ്ക് എടുത്തു പറയേണ്ടത് തന്നെയാണ്. സ്ഥലം ഏറ്റെടുക്കൽ മാത്രമാണ് സംസ്ഥാന സർക്കാരിന്റെ ചിലവായിട്ടുള്ളത്. ബാക്കിയുള്ള മുഴുവൻ ചിലവും കേന്ദ്ര ഫണ്ടാണ്. എന്നാൽ സംസ്ഥാനത്തിന് ലഭിക്കേണ്ട നികുതി, GST വരുമാനം, അതുപോലെ തന്നെ കടമെടുക്കാനുള്ള പരിധി, എയിംസ് ഉൾപ്പെടെയുള്ള പദ്ധതികളിൽ പ്രഖ്യാപിക്കുന്നതിനുള്ള കാലതാമസം, ഇതെല്ലാം കേരളത്തിനോട് കേന്ദ്രം നൽകുന്ന അവഗണന ആണ് എന്നുള്ളത് വിമർശനം ഉന്നയിക്കുന്ന കാര്യങ്ങളാണ്. നാളെ വോട്ട് ചെയ്യാൻ പോകുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക. ഇഷ്ടമുള്ള ആളുകൾക്ക് വോട്ട് ചെയ്യുക. വോട്ട് ചെയ്യാൻ പോകുന്ന ആളുകൾ കയ്യിൽ കരുതേണ്ട രേഖകൾ ഇവയൊക്കെയാണ്: ആധാർ കാർഡ്, ഫോട്ടോ പതിച്ച പാസ്ബുക്ക്, ജോബ് കാർഡ്, ആരോഗ്യ ഇൻഷുറൻസ് സ്മാർട്ട് കാർഡ്, ഡ്രൈവിംഗ് ലൈസൻസ്, പാൻ കാർഡ്, സ്മാർട്ട് കാർഡ്, ഇന്ത്യൻ പാസ്പോർട്ട്, ഫോട്ടോ പതിച്ച പെൻഷൻ രേഖ, സർവീസ് തിരിച്ചറിയൽ കാർഡ്, ഇലക്ഷൻ ID കാർഡ്, UDID കാർഡ്. ഇവയിൽ ഏതെങ്കിലും ഒന്നുമായിട്ട് നമുക്ക് വോട്ട് രേഖപ്പെടുത്താൻ പോകാവുന്നതാണ്. ഏത് മുന്നണി ഭരണത്തിൽ വരണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്ന് താഴെ ഒന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. അന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോ നമുക്ക് കാണാം. ദൂരേക്കും ബൈ.